നൽകുകയും ചെയ്തു. ഭാര്യാഭർത്താക്കന്മാരുടെ സന്തോഷമോചനങ്ങളാൽ പൂർത്തീകരിക്കപ്പെടുകയും വിവാഹനിശ്ചയം ചെയ്യപ്പെട്ടിരിക്കുന്നവരുടെ ആനന്ദമോചനങ്ങൾ കൂടി ഏകീകരിക്കപ്പെടുകയും ചെയ്യണമെന്ന് നിശ്ചയിച്ചവൻ നീയാകുന്നു. ദൈവമായ കർത്താവേ, ഇപ്പോൾ എന്റെ ബലഹീനദാസനായ ഞങ്ങൾ ആശീർവദിക്കുന്ന ഈ മോചനങ്ങളെ നീ സന്തോഷപൂർവ്വം അനുഗ്രഹിക്കണമേ. ഈ മോചനങ്ങളെ നീ അനുഗ്രഹിക്കുകയും ശാപമായിരുന്നതിനാൽ ശുദ്ധമായി തീരുവാൻ സംഗതിയാക്കുകയും ചെയ്യണമെന്ന് നിന്റെ കരുണയോട് ഞങ്ങൾ അപേക്ഷിക്കുന്നു. കർത്താവേ, നിന്റെ പരിശുദ്ധ സഭയുടെ മോചനത്തെ നീ അനുഗ്രഹിച്ച പോലെ നിന്റെ ദിവ്യ അനുഗ്രഹങ്ങളാൽ ഈ മോചനങ്ങളെയും അനുഗ്രഹിക്കണമേ. ദൈവമായ കർത്താവേ, ഞങ്ങളുടെ പുത്രനായ മണവാളനും പുത്രിയായ മണവാട്ടി ഞാൻ സമ്പൂർണ്ണനും നിറമുള്ളവരുമായി തീരുവാൻ ഇടയാക്കണമേ. നിന്റെ വിവാഹം ചെയ്തിട്ടുള്ള ഈ മോതിരത്തോടുകൂടി അവിടുത്തെ കൃപയും അനുഗ്രഹവും നിനക്ക് ലഭിക്കുകയും ചെയ്യട്ടെ. കൃപ നിറഞ്ഞതും അനുഗ്രഹപ്രദവുമായി നീ ആയുഷ്കാലം മുഴുവൻ നിന്നോട് കൂടെ ഉണ്ടായിരുന്ന നിന്നെ കാത്തുകൊള്ളുകയും ചെയ്യുമാറാകട്ടെ. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ അനുഗ്രഹപൂർണമായ വലതു കൈ അദൃശ്യമായി നിങ്ങളിലേക്ക് നീട്ടപ്പെടുകയും വിശുദ്ധ സ്നേഹിതന്മാരിൽ നിന്ന് എന്ന പോലെ ആചാര്യന്മാരുടെ കൈകളിൽ നിന്ന് നിന്റെ വിവാഹം ചെയ്തിട്ടുള്ള ഈ മോതിരം നീ പ്രാപിക്കുകയും ചെയ്യട്ടെ. ആത്മശരീരങ്ങളുടെ സ്വസ്തുതിയോടും ഹൃദയ സന്തോഷത്തോടും കൂടെ പിതാവിനും പുത്രനും പരിശുദ്ധനുമായും നീ സ്തുതി കരയിക്കുകയും ചെയ്യുമാറാകട്ടെ. ആയതിപ്പോഴും എല്ലായ്പ്പോഴും എന്നും നീക്കും തന്നെ. പൂർത്തീകരിച്ച ദൈവമായ കർത്താവ് പരസ്പര വിവാഹ നിശ്ചയം കഴിഞ്ഞിരിക്കുന്ന ഈ നമ്മുടെ മക്കളെ സത്യത്തിലും നീതിയിലും സമ്പൂർണ്ണരാകുകയും ഇവർ ധരിച്ചിരിക്കുന്ന ഈ മോദനങ്ങളോടുകൂടി സ്വർഗീയ അനുഗ്രഹങ്ങളാൽ ഇവരെ അനുഗ്രഹിക്കുകയും പരിപാലകയാൽ ഇവരെ അനുഗ്രഹിക്കുകയും വിനയത്താൽ ഇവരെ ശ്രേഷ്ഠരാക്കുകയും ചെയ്യട്ടെ. ഇസാഖിന്റെയും റിബേക്കായുടെയും വിവാഹ നിശ്ചയത്തെ സ്വർണ്ണാഭരണങ്ങളാൽ പൂർത്തിയാക്കിയതുപോലെ ഇവരെ നീതിയാകുന്ന മോദനങ്ങൾ കൊണ്ട് പൂർണ്ണരാകട്ടെ. മടവാളനെ തന്റെ രക്ഷയാൽ ആനന്ദിപ്പിക്കുകയും മടവാട്ടിയെ ശാശ്വതവും
അക്ഷയവുമായ മനോഹര ഭൂഷണങ്ങളാൽ അലങ്കരിക്കുകയും ചെയ്യുമാറാകട്ടെ. സ്വർണ്ണാഭരണങ്ങൾ കൊണ്ടുള്ള അലങ്കാരങ്ങളെക്കാൾ മഹിമയേറിയ വെടിപ്പിൻ മുദ്ര കൊണ്ട് ഇവർ അലങ്കരിക്കപ്പെടുമാറാകട്ടെ. ഇവരുടെ അന്യോന്യ ബന്ധവും ചേർച്ചയും തന്റെ പ്രീതിക്കും യോഗ്യമായ വിധത്തിലുള്ള സ്വഭാവം വളർത്തി ഉതകുവാൻ ദൈവം വരാൻ സംഗതിയാകട്ടെ. സകല കപട സ്നേഹത്തെയും ഇവരിൽ നിന്ന് നീക്കിക്കളയുകയും അന്യോന്യം സ്നേഹിപ്പാനായി സ്നേഹാഗ്നി കൊണ്ട് ഇവരുടെ ഹൃദയങ്ങളെ ഉജ്ജ്വലിപ്പിക്കുകയും ചെയ്യട്ടെ. അക്ഷയമായ സൗന്ദര്യം കൊണ്ട് ഇവരെ അലങ്കരിക്കുമാറാകട്ടെ. സ്വരഫലങ്ങളായ ശിക്ഷാന പുഷ്പങ്ങളെക്കാൾ സൗരഭ്യമേറിയ പരിഭാഗതയാൽ ഇവരുടെ മനസ്സാക്ഷിയെ നയിക്കുവാൻ സംഗതിയാകട്ടെ. മനുഷ്യവർഗത്തെ വിദ്വേഷിക്കുന്ന അസൂയാലുകളായ ദുഷ്ടപക്ഷയുടെ കൈകളിൽ നിന്ന് ദൈവം ഇവരെ സംരക്ഷിച്ചുകൊള്ളട്ടെ. പാവനമായ വിവാഹത്തിന്റെ നിർമ്മല മാർഗത്തെ വഷളാക്കുന്ന ദുഷ്ടാത്മാക്കൾ ഇവരെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. കർത്താവ് തന്റെ സന്നിധിയിൽ നിന്ന് നല്ല കാലങ്ങളും അനുഗ്രഹ സമ്പൂർണമായ സംവത്സരങ്ങളും ഇവർക്ക് നൽകുമാറാകട്ടെ. എപ്പോഴും നിങ്ങൾക്ക് നന്മകൾ നൽകുമാറാകട്ടെ. നമ്മുടെ കർത്താവിന്റെ സ്ലീബ രാവുപകൽ നിങ്ങളോടുകൂടി സ്ഥിതി ചെയ്ത് ദുഷ്ടനിൽ നിന്നും അവന്റെ സൈന്യങ്ങളിൽ നിന്നും നിങ്ങളെ കാത്തുകൊള്ളുകയും ചെയ്യട്ടെ. വൈദിക ശ്രേഷ്ഠരെ, പ്രിയപ്പെട്ട വിശ്വാസ സമൂഹമേ, ഈ വിശുദ്ധ ഉദാശയിലൂടെ ഒരു കുടുംബമായി തീരുവാനായിട്ട് ചേർന്ന് വന്നിരിക്കുന്ന പ്രിയപ്പെട്ട റോണി, സൂര്യ, അവിടെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ, പ്രിയപ്പെട്ടവർ എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആദ്യമേ തന്നെ സ്നേഹ വന്ദനകൾ അറിയിക്കും. ഈ അനുഗ്രഹീതമായ ഈ കുദാശ ശുശ്രൂഷയിൽ ദൈവവചനത്തിൽ നിന്നും ചില ചിന്തകൾ പങ്കുവെക്കാൻ എന്നെ അനുവദിച്ച ബഹുമാനപ്പെട്ട അച്ഛന്മാരോട് ഇടവധികാരി അച്ഛനോട് സന്തോഷം ഈ സമയത്തെ അറിയിക്കുന്നു. സൂര്യ ഉൾപ്പെട്ടു നിൽക്കുന്നതായ അല്ലെങ്കിൽ മലപ്പള്ളി മാർത്തോമ ഇടവകയുടെ വികാരി എന്ന തരത്തിലാണ് ഇന്ന് ഈ ആശംസ പറയുവാനായിട്ടുള്ള അവസരം ഇന്ന് നിക്ഷിപ്തമായിരിക്കുന്നു. പ്രിയപ്പെട്ട റോണി, സൂര്യ, നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ ഒരു അനുഭവത്തിലേക്ക് ഈ ശുശ്രൂഷയിലൂടെ നിങ്ങൾ പ്രവേശിക്കുക. നിങ്ങളുടെ വിവാഹ നിശ്ചയത്തിൻ്റെ ശുശ്രൂഷ പൂർണ്ണമാക്കപ്പെട്ടു. ദൈവം തമ്പുരാൻ നിങ്ങളുടെ വിവാഹ നിശ്ചയം തൻ്റെ സ്വർഗസന്നിധിയിൽ സ്വീകരിക്കുകയും അത് ശുശ്രൂഷയിലൂടെ പൂർണ്ണമാക്കി മോതിരങ്ങൾ നൽകി നിങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്തിരിക്കുക. ഈ അനുഗ്രഹീതമായ ശുശ്രൂഷയിലൂടെ കുടുംബമായി തീരുമ്പോൾ എനിക്ക് നിങ്ങളെ ഓർമ്മിപ്പിക്കാനായിട്ടുള്ള ചില സംഗതികൾ, ചില നിമിഷങ്ങൾ കൊണ്ട് പറഞ്ഞ് ഞാൻ ഇവിടെ പൂർണ്ണമാക്കട്ടെ. നിങ്ങൾ വളരെ പവിത്രമായിരിക്കുന്ന ഒരു ബന്ധത്തിലേക്കാണ് ഇപ്പോൾ പ്രവേശിക്കുന്നത്. ബന്ധങ്ങളിലായെങ്കിലും ജീവിതം തന്നെ ശുഷ്കമാണ്. ഈ ലോകത്തിലെ ഏറ്റവും വലിയ ധനമാണ് ബന്ധം എന്ന് പറയുന്നത്. നിങ്ങളുടെ ജീവിതത്തിലെ ദൈവത്തോടും നിങ്ങളുടെ മാതാപിതാക്കളോടും സഹോദരങ്ങളോടും പ്രിയപ്പെട്ടവരോടും ഉണ്ടായിരുന്ന ഒരു ബന്ധത്തോട് ഇപ്പോൾ ഏറ്റവും പവിത്രവും സുന്ദരവുമായിരിക്കുന്ന ഭാര്യാഭർത്തൃ ബന്ധം എന്ന ഒരു അനുഭവത്തിലേക്ക് നിങ്ങൾ പ്രവേശിക്കുക. ഇത് ഏറ്റവും സുന്ദരവും ഏറ്റവും ശ്രേഷ്ഠവുമായി കാത്തു സൂക്ഷിക്കാൻ, നിർമ്മലമായി കാത്തു സൂക്ഷിക്കാൻ എല്ലാ കാലവും പരിശ്രമിക്കേണ്ടത് ഏറ്റവും ആവശ്യം.
ഈ ബന്ധത്തെക്കുറിച്ച് ഓർമ്മപ്പെടുത്തുമ്പോൾ 3 വാചകമാണ് എനിക്ക് പറയാനായിട്ടുള്ളത്. ഒന്നാമതായിട്ട് ഇറ്റ് ഈസ് എ ലവ് റിലേഷൻഷിപ്പ്. രണ്ടാമതായിട്ട് ഇറ്റ് ഈസ് എ ഫെയ്ത്ത് റിലേഷൻഷിപ്പ്. മൂന്നാമതായിട്ട് ഇറ്റ് ഈസ് എൻ ഇറ്റേണൽ റിലേഷൻഷിപ്പ്. ഇത് നമ്മൾ എപ്പോഴും ഓർത്തിരിക്കുന്നത് ഏറ്റവും അനുഗ്രഹീതമാണ്. എന്നാൽ നിങ്ങളുടെ മേൽ വെക്കപ്പെട്ടതായ കുരിശ് എന്ന് പറയുന്നത് സഹനത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും അടയാളവും അത് സ്നേഹത്തിൻ്റെ മൂർത്തിഭാവമാണ്. ഈ കുരിശിലേക്ക് നിങ്ങൾ നോക്കുമ്പോൾ അവിടെ ഈ സ്നേഹത്തിൻ്റെ പരമോന്നത നിങ്ങൾ കാണുന്നില്ല. ആ സ്നേഹത്തിൻ്റെ ഭാവത്തിൽ ജീവിക്കുമ്പോൾ ഇത് നീക്കമായി നിലനിർത്താനായിട്ട് സാധിക്കും. സ്നേഹം ഇല്ലാതെ പോയാൽ എന്തെല്ലാം ഉണ്ടെങ്കിൽ ആയിക്കോട്ടെ, ധനവും മാനവും ബഹുമാനവും എല്ലാം വർദ്ധിച്ചാലും സ്നേഹമില്ലായെങ്കിൽ ഒന്നുമില്ലായെങ്കിൽ വിശുദ്ധനായ പൗലോസിനെ ഓർമ്മിപ്പിക്കുന്നത് നിങ്ങൾ ഓർക്കണം. രണ്ടാമതായിട്ട് ഇത് ഒരു ഫെയ്ത്ത് റിലേഷൻഷിപ്പാണ്. ഇത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല, ദൈവത്തിൻ്റെ സന്നിധിയിൽ ചെയ്ത ഒരു തീരുമാനവും ആരംഭിച്ചൊരു ബന്ധവുമാണ്. ദൈവത്തോടുള്ള നിങ്ങളുടെ വിശ്വാസം അതാണ് നിങ്ങളെ ശക്തമായി മുന്നോട്ട് നയിക്കുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങൾ പരസ്പരമുള്ള വിശ്വാസം. ഭൗതികമായ അടിത്തറകൾ നീങ്ങിപ്പോകുമ്പോൾ ക്രിസ്തുവിലുള്ള ഈ അടിത്തറ മാത്രമേ നിലനിൽക്കുന്നുള്ളൂ. ഇവിടെ കർത്താവ് പറഞ്ഞു, അടിത്തറ നന്നായില്ലെങ്കിൽ മഴയിൽ കോളം വരുമ്പോൾ വീട് തകർന്നു പോകും. കർത്താവിൽ അടിസ്ഥാനപ്പെട്ടുകൊണ്ട് ജീവിതത്തെ നയിക്കുക. നിങ്ങൾ പരസ്പരവും ആ വലിയ ബന്ധം, ആ വലിയ വിശ്വാസം സൂര്യയ്ക്ക് റോണിക്കും സൂര്യയ്ക്ക് ഒരു വലിയ വിശ്വാസം അത് ഒരിക്കലും കുറഞ്ഞു പോകാതെ നിൽക്കാൻ അന്ത്യത്തോടും ദൈവം സഹായിക്കും. മൂന്നാമതായിട്ട് ഇത് ഒരു ഇറ്റേണൽ റിലേഷൻഷിപ്പാണ്. ഇത് ഇന്ന് ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന വലിയ ശ്രേഷ്ഠർ വിശുദ്ധ ഏതെങ്കിലും വായിക്കും. വിശുദ്ധമായ സുവിശേഷം നോക്കുമ്പോൾ 19 അധ്യായം എന്ന് വായിക്കുമ്പോൾ ഒരു ഇപ്രകാരം കർത്താവ് മനുഷ്യൻ കൂട്ടിച്ചേർത്തതിനെ, ദൈവം കൂട്ടിച്ചേർത്തതിനെ മനുഷ്യൻ നിർവഹിക്കും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ സന്തോഷത്തിലും വേദനയിലും ദുഃഖത്തിലും ഈ ഒരു വലിയ വിശ്വാസം കാത്ത് നിത്യതയോടും ഈ ബന്ധത്തെ സൂക്ഷിക്കാൻ സർവീശ്വരയാണ്. ഇന്ന് ഈ ശുശ്രൂഷയിലൂടെ ദൈവം ഈ 2 ഹൃദയങ്ങളെ യോജിപ്പിക്കുകയാണ്. 2 കുടുംബത്തിൽ ജീവിച്ചവരാണ്, 2 പൈതൃകങ്ങളുള്ളവരാണ്, 2 സംസ്കാരത്തിൻ്റെ ഉടമകളും ആകാം. കാരണം 2 വ്യത്യസ്ത ഭവനങ്ങളിൽ ജീവിച്ചതല്ലേ. എന്നാൽ ദൈവം തമ്പുരാൻ നിങ്ങളെ ഇന്ന് ഒരു മനസ്സാക്കി, ഒരു ഹൃദയമാക്കി, ഒന്നാക്കി ചേർക്കുക. അപ്പോൾ കിരീടം വാഴ്വിൻ്റെ ഈ ശുശ്രൂഷയിൽ സദറ വായിക്കുമ്പോൾ ചൊല്ലുന്ന പ്രാർത്ഥന ഇങ്ങനെയാണ്. നമ്മുടെ ഈ ഈസ്റ്റർ ലിറ്ററേച്ചറിലൊക്കെ തന്നെ എല്ലാ പ്രാർത്ഥനകളും അതിനൊരു എഡ്യൂക്കേഷണൽ വാല്യൂ കൂടിയുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. എല്ലാ പ്രാർത്ഥനകളും നമ്മെ ചില കാര്യങ്ങൾ പഠിപ്പിക്കുകയും കൂടെ ചെയ്യുകയാണ്. ഈ പ്രാർത്ഥനയിൽ നമ്മളിങ്ങനെ പ്രാർത്ഥിക്കുന്നു: കർത്താവേ, ഇവർ നിത്യജീവനെ കാക്ഷിക്കുന്നവർ, പാപമരണമുള്ളവരിൽ നിന്ന് വിദൂരസ്ഥിരമായിരിക്കാൻ നേടിയാണ്. നിന്റെ പരിശുദ്ധിയുടെ ഭാഗത്തേക്ക് അടുത്തു വരാനും ശപിക്കപ്പെട്ട സാത്താന്റെ ദാസ്യത്തിൽ നിന്ന് ഓടി രക്ഷപ്പെടുവാനും തക്കവണ്ണം ഇവരുടെ ഹൃദയങ്ങളെ നീ സംയോജിപ്പിക്കണം. അപ്പോൾ ഇത് പറയുന്ന സംഗതി ഇതാണ്: നിങ്ങളുടെ ശരീരങ്ങൾ, നിങ്ങളുടെ മനസ്സുകളെ ഒന്നിപ്പിക്കുന്നത് നന്മയ്ക്ക് വേണ്ടിയാണ്. ഇന്നിവിടെ കൂടി വന്നിരിക്കുന്ന എല്ലാ വൈദികരുടെയും, കൂടി വന്ന ദൈവജനത്തിൻ്റെയും, മാതാപിതാക്കളുടെയും, സഹോദരങ്ങളുടെയും നിങ്ങളുടെ വ്യക്തിപരമായ ആശംസകളും പ്രാർത്ഥനകളും നിങ്ങൾക്ക് നേരുന്നു. ദൈവം നിങ്ങളുടെ കുടുംബജീവിതത്തെ അനുഗ്രഹിച്ച് ഏറ്റവും ധന്യവും ഫലകരവും സഭയ്ക്കും സമൂഹത്തിനും കൊള്ളാവുന്നതും ദൈവത്തിൻ്റെ രാജ്യത്തിന് വലിയ കെട്ടുപണിയുടെ അനുഭവമാക്കി തീർക്കുവാൻ സർവീസിന് സഹായമുള്ള പ്രാർത്ഥനയും ദൈവം